ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് സാറ്റർഡേ ആൻഡ് സൺഡേ 2 ദിവസത്തെ വീഡിയോ ആണ്. ചേട്ടന് 2 ദിവസം ലീവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മൊബൈലിന് കുറച്ച് ലൈറ്റ് കൂടുതലാണ്, ചേട്ടൻ്റെ മൊബൈലിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ 2 ദിവസം എന്തായാലും കിട്ടുമല്ലേ, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് പുറത്തോട്ടൊക്കെ പോയി, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. ഇന്നലെ സാറ്റർഡേ, ഇന്നലെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻട്രോ. അപ്പം നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഈ മേക്കപ്പും ഒരുക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും కొంచెం ലേറ്റായി. ഭയങ്കര ഹെവി ഉച്ചാങ്കുത്തി വെയിൽ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞതാണ്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ നിൽക്കും. എനിക്ക് ഈ കണ്ണെഴുതാനും ഒക്കെ നല്ല പണിയാണ്. എനിക്ക് ഒത്തിരി സമയം എടുക്കും അതിന് വേണ്ടിയിട്ട്. എന്നാൽ നേരത്തെ ഒരുങ്ങാൻ നിൽക്കുമോ, അതുമില്ല, സമയത്തായിരിക്കും ഞാൻ എണീറ്റ് ഒരുങ്ങാൻ നിൽക്കുന്നത്. ലീവൊക്കെ അല്ലേ. ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരുപാട് നോയ്സ് ഉണ്ടാവും. മെട്രോയിൽ പോകാനായിട്ടാണ് ഇരുന്നത്, പക്ഷെ എന്ത് ചെയ്യാനാ, മെട്രോയിൽ പോകാനായിട്ട് കുറച്ച് ലേറ്റായി പോയി. അടുക്കത്തെ മേക്കപ്പ് ഒരുങ്ങി വന്നപ്പോൾ ലേറ്റായി പോയി. അങ്ങനെ ടാക്സി ബുക്ക് ചെയ്തിട്ട് ടാക്സിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഏത് തിയേറ്ററാ? അങ്ങനെ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ യാത്ര ഭയങ്കര ദുസ്സഹനീയമായിരുന്നു. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ചില കുഴിഞ്ഞ വണ്ടികളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മെട്രോ ആയിരുന്നു എനിക്ക് കംഫർട്ട് എന്ന് തോന്നിപ്പോയി. തുടരും മൂവിയുടെ സ്ക്രീൻ 13-ലായിരുന്നേ. പക്ഷേ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ലൈറ്റ് കത്തുന്നൊന്നുമില്ല. പിന്നെ അകത്ത് കയറി ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു വിട്ടു. അങ്ങനെ പെപ്സിയും കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് തിയേറ്ററിൽ പോയി ഇരിക്കുവാണ്. ചെന്ന് കയറി ഇരുന്നതും ചേട്ടൻ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഭയങ്കര വിശന്നിട്ട്, പക്ഷെ രാവിലെ കഴിച്ചിട്ടാണ് പോയതെങ്കിലും വിശന്നിട്ടുണ്ടായിരുന്നു. പെപ്സി വേണ്ട, ഒരു ചായ മേടിച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പെപ്സി ഇരിക്കട്ടെ എന്ന് പറഞ്ഞതാ. ലാസ്റ്റ് സിനിമയെല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പെപ്സിയും എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. മൂവി കണ്ട് ശരിക്കും ഞെട്ടി. അടിപൊളി മൂവിയായിരുന്നു, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല മൂവിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് കരാമയിലോട്ടാണ്. അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് കറങ്ങി നടന്ന് പിന്നെ ഒരു ഹോട്ടലിലെത്തി. ഇപ്പോൾ ഹോട്ടലിലെ മെനു ഒക്കെ നോക്കുന്നതുകൊണ്ട് വേറെ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നല്ല, എത്ര മെനു നോക്കിയാലും നമ്മൾ ബിരിയാണി ആണല്ലോ ലാസ്റ്റ് ഓർഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് പോയത് ഈ സാധനം മേടിക്കാനായിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ ബീഫിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കുറേ റീലിൽ കണ്ടത്. അങ്ങനെ അത് മേടിക്കാനാണ് മെയിനായിട്ടും അങ്ങോട്ടേക്ക് പോയത്. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ സമയം ഒരു 11:30 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതാ ചേട്ടാ ബീഫിൻ്റെ പേരെന്തായിരുന്നു? ബോബി വീൽ ട്രൈപ്പോഡാണ് ഇത്. ജിതീഷ് ചേട്ടൻ നേരെ വിരിച്ചിടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ട്രൈപ്പോഡ് ഇങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. ഇത് അന്ന് തന്നെ ഉണ്ടാക്കണമെന്നൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. വന്നപ്പോൾ ലേറ്റായിട്ട് പിന്നെ കുക്ക് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ബീഫ് കണ്ടതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെക്കാം, അപ്പോൾ സൺഡേ പണിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജിതിശേരൻ അതെടുത്ത് വെള്ളത്തിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടു വെച്ചു. പക്ഷെ ശരിക്കും നടന്നത് അങ്ങനെയൊന്നും അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് രാത്രി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള കുഞ്ഞു ഉള്ളി, അതിൽ കൂടുതൽ കുഞ്ഞു ഉള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ എന്തത് മറ്റേ ചില്ലി ഫ്ലേക്സും ഉപ്പ്, ചെറിയ ഉള്ളി, ഇത് മാത്രം ഇട്ടിട്ട് ബീഫ് ഉണ്ടാക്കുന്ന ഒരു വൈറൽ ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രഷർ കുക്കറിലുണ്ടായിരുന്നു. പെട്ടെന്ന് വെക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി എൻ്റെതല്ലെങ്കിലും വെക്കുമ്പോൾ കാണിക്കാമല്ലോ, അതൊരു രസം, അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിഷു കഴിഞ്ഞ ശേഷം പിന്നെ നോൺ വെജ് കഴിച്ചിട്ട്, ഫിഷ് ഒരു ദിവസം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഇന്ന് ബിരിയാണി കഴിച്ചു, നാളെ ബീഫ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ദിവസം പിന്നെ വെജാക്കാമെന്ന്. വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് ശീലിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു എന്തോ വെജ് ഫുഡിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. ഞങ്ങൾ നോൺ വെജ് മാത്രമേ കഴിക്കും. കുറേ നാൾ നോൺ വെജ് മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, വെജൊക്കെ എടുത്ത് കളയുമായിരുന്നു ഉണ്ടാക്കിയാലും. അങ്ങനെ
കുറച്ച് നാളാകുമ്പോൾ വെജാകുമ്പോൾ വെജ് മാത്രമല്ല കഴിക്കൂ, അങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. എൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടുന്നൊന്നുമില്ല, കരയുകയാണ്. ഞാൻ കരയുന്നത് ഉള്ളി അരിഞ്ഞ് കരയുവാണ്, പകുതി ഞാൻ അരിയാം. ബീഫിനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതെ കുളിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അത് കുളിച്ച് സുന്ദരനായിട്ട് വരട്ടെ. എളുപ്പമുള്ള 2 വിസിൽ മതി എന്നാണ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. ഇത് ഇന്ത്യൻ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കാം, നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഏത് ബഹളം വെച്ചാലും വാണിങ് മാത്രമേ തരത്തുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് പീസാക്കി വെച്ചേക്കുമായിരുന്നെന്നാണ്. പക്ഷെ ഇങ്ങനെയല്ല, ഇത് വലിയൊരു 3 പീസാക്കി വെച്ചേക്കുമായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ചേട്ടൻ പകുതിക്ക് വെച്ച് ഉള്ളി അരിയലൊക്കെ നിർത്തി, കാരണം അത്രയ്ക്കും കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അരിഞ്ഞു. ഇതായിരുന്നു ഇതിൽ മെയിൻ ടാസ്ക്, ഇത് കട്ട് ചെയ്തെടുക്കൽ. കത്തിക്കാണെങ്കിൽ ഒട്ടും മൂർച്ച കുറഞ്ഞിരിക്കുവാണ്. പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുവാണ്. ഇനിയാണ് അടുത്തത് നമ്മൾ പാചകം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഓയിൽ ഇച്ചിരി കൂടിപ്പോയിട്ട് ഞാനത് പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി ഇട്ടപ്പോഴത്തേനും വെള്ളവും കൂടി ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ച് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ ആൻറ്റിസെപ്റ്റിക് ക്രീമൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ എങ്ങനെയെങ്കിലും ഉള്ളിയൊക്കെ ഇട്ട് അത് റെഡിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് സാധനങ്ങൾ ഇടുന്ന കൂട്ടത്തിൽ ബീഫ് ചെയ്യുന്ന കാര്യം ഓണാക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ കുക്കറിലേക്ക് നേരത്തെ തന്നെ ഞങ്ങൾ ബീഫ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചതുപോലെ 2 വിസിലൊന്നും ഈ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല. 8 വിസിലോളം എടുത്തിട്ടാണ് ഈ ബീഫ് വെന്ത് കിട്ടിയത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. 3 ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്കിപ്പോൾ തോന്നത്തേയില്ല. ചെറിയ ഉള്ളി ഇട്ടത് കൊണ്ടായിരിക്കാം നന്നായിട്ട് അരപ്പൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വറ്റിക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൊതി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഉള്ള ചോറ് ചൂടാക്കിയിട്ട് അതിൽ ഒരു 2 മണിയായിട്ടുണ്ടാവും അപ്പോഴത്തേനും അതിൽ ഈ ബീഫൊക്കെ ഒഴിച്ച് കഴിക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിറ്റേന്ന് രാവിലെ എണീക്കാനായിട്ട് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് ചേട്ടൻ പോയി പൊറോട്ടയും 2 നല്ല ചൂട് ചായ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചേട്ടന് പൊറോട്ടയും ബീഫും എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ തന്നെ പൊറോട്ട കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ബീഫൊക്കെ ഉള്ളത് കൊണ്ട് ചേട്ടൻ പോയി മേടിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പാണ്. എനിക്ക് കടുപ്പമുള്ള ചായയൊക്കെ കുടിച്ചാൽ എനിക്ക് വയറെന്തോ എരിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യും. എന്നാലും രാവിലെ ഒരു ചായ കുടിച്ച് ഫ്രഷ് ആവാമല്ലോ എന്ന് വെച്ചാൽ അതും കുടിച്ചു. പിന്നെ കുറേ കഴിഞ്ഞ് ചേട്ടൻ മുടി വെട്ടാനായിട്ട് പോയി. ഇവിടുന്ന് എപ്പോൾ മുടി വെട്ടാൻ പോയാലും ചേട്ടൻ ഫ്രണ്ട്സിലെ അരവിന്ദൻ സ്റ്റൈലിലും അല്ലാതെ മുടി വെട്ടത്തേയില്ല. ഉച്ചയ്ക്ക് ഞാൻ എന്തോ സിമ്പിളായിട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടന് ചമ്മന്തിയും മുട്ടയും ഉണ്ടെങ്കിൽ പിന്നെ അധികം ചോറിന് വേറൊന്നും വേണ്ടി വരത്തില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും വിളക്കെല്ലാം കത്തിച്ച് എനിക്ക് വിളക്ക് കത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുമ്പോഴല്ല, വിളക്ക് കത്തിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്പേസിൽ മാത്രം കത്തിക്കാനാണ് ഇഷ്ടം. ഞാൻ മറ്റ് ഒരു സ്പേസിൽ പോയി കത്തിക്കാൻ എനിക്ക് അതൊരു വശമൊന്നുമില്ല. പ്രാർത്ഥിക്കുമെങ്കിലും എനിക്കങ്ങനെ കത്തിക്കാൻ അറിയത്തില്ല കേട്ടോ, മറ്റുള്ളവരുടെ രീതിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ടാണ് വന്നത്. നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യണം, പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്കുള്ളതും കുക്ക് ചെയ്യണം. ഞാൻ വന്നപ്പോഴത്തേനും ജിതിശേട്ടൻ ബീഫെല്ലാം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൊതുവെ ജിതിശേട്ടന് അവിയൽ ഇഷ്ടമല്ല. ഞാൻ നാളെ കൊണ്ടുപോകാൻ അവിയലാണ് ഉണ്ടാക്കുന്നത്. പൊതുവെ ജിതിശേട്ടന് അവിയൽ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവിയൽ നന്നായിട്ട് കഴിക്കും. എന്തോ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ കട്ടിങ് ആണോ എന്താ അറിയില്ല, ഉണ്ടാക്കുന്ന അവിയൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ടേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ടിന് മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുവാണ്. ഞാൻ ബീഫ് ഉണ്ടാക്കാനൊന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് നല്ല ടേസ്റ്റാണ്. സാധാരണ എൻ്റെ വീട്ടിൽ ബീഫേ മേടിക്കാറില്ല. ജിതിശേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് അമ്മ അത് ഉണ്ടാക്കി പഠിച്ച് ഇപ്പം ഭയങ്കര എക്സ്പേർട്ടായി. അമ്മ ബീഫ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ചിക്കൻ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ മേടിക്കത്തുള്ളൂ. എൻ്റെ അച്ഛനൊക്കെ ബീഫ് കഴിക്കും, എന്നാലും അമ്മ കഴിക്കാത്ത ഒരു സാധനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരത്തില്ല. പക്ഷേ ജിതിശേട്ടൻ വന്ന ശേഷം ചേട്ടന് ഇഷ്ടമുള്ളത് മാത്രം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അമ്മ കുക്ക് ചെയ്ത് പഠിച്ചുണ്ടാക്കി കൊടുക്കും. ലീവിന് വരുന്ന സമയത്ത് മിക്കപ്പോഴും ഫ്ലൈറ്റ് അതിരാവിലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അമ്മ ഉറക്കം ഒഴിഞ്ഞിരുന്നിട്ട് ഇതെല്ലാം കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിതിശേട്ടൻ അത് വെയിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നോമ്പ് മുറിക്കുന്ന പോലെ
വന്നിട്ട് ഇത് കഴിച്ച ശേഷമാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. ഇപ്രാവശ്യം വന്ന സമയത്ത് ശരിക്കും എൻ്റെ ചേട്ടൻ്റെ മാരേജ് കൂടിയിട്ടാണ് ചേട്ടൻ വന്നത്. എന്നാൽ പോലും ആ തിരക്കിൻ്റെ ഇടയിലും അമ്മ ഈ അപ്പവും ബീഫും ഒക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജിതി ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം വറുത്ത ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുവാണ്. ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ബീഫും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ഫ്രൈ ആയിരുന്നു. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നാലും നല്ലതായിരുന്നു. അവിയലെല്ലാം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലും അച്ചാറും കൂടി മാത്രമായിരിക്കും നാളെ രാവിലെ കൊണ്ടുപോകുന്നത്. ബീഫൊക്കെ ഇപ്പോഴേ തീരും. നാളത്തേക്ക് ഒരു കഷ്ണം പോലും ബാക്കി വെക്കത്തില്ല. നല്ലൊരു ചൂട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. അവിടെ നല്ലൊരു പഴംപൊരി ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. പിന്നെ ഇത് ലാസ്റ്റ് ജിതിശേട്ടൻ തന്നെ കഴിക്കേണ്ടി വന്നു. ശരിക്കും നാളെ പോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് എന്തായാലും പോയല്ലേ പറ്റൂ. എന്നാലും 2 ദിവസം നിന്നിട്ട് പോകുന്നതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടാ എന്താ വിഷമിച്ചിരിക്കുന്നു? 2 ദിവസം പോയത് അറിഞ്ഞില്ലെന്ന്. നാളെ പോവാണ്. അങ്ങനെ ബാക്ക് ടു വർക്ക്. സ്കൂളിൽ പോകണൊക്കെ നാളെ പണിക്ക് പോണേ. രാവിലെ എണീക്കണം. മെയിൻ എന്ന് വെച്ചാൽ അലാറമാണ്. നമുക്ക് 2 ദിവസമെങ്കിലും ലീവ്, 2 ദിവസമല്ല ഞായറാഴ്ചയെങ്കിലും ലീവ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ശനിയാഴ്ച. ഒരു ദിവസം ലീവ് കിട്ടാത്ത ഒരു ചേട്ടൻ എപ്പോഴും പറയും നമുക്ക് ഞായറാഴ്ചയെങ്കിലും ഉണ്ടല്ലോ. മിക്കവർക്കും ഞായറാഴ്ച പോലും ഇല്ലാതെ ഒരു ലീവ് പോലും ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. ഫസ്റ്റ് ചേട്ടൻ നിന്ന കമ്പനിയിൽ അതുപോലെ ആയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ലീവ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് ചേട്ടന് അറിയാം ലീവ് ഇല്ലാത്തതിൻ്റെ കേട്ടോ. പിന്നെ എല്ലാവരും കുടിച്ച ഗ്ലാസ് എല്ലാം കൊണ്ടുപോയിട്ട് വേസ്റ്റിലിടുവാണ്. ജിതി ചേട്ടൻ ചില നേരത്ത് അങ്ങനെയാണ്. ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി ഇടും. ഇതുപോലെ കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ജിതീശേഷനെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ വരുന്നത്. അതുങ്ങളെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ ഞാൻ റൂമിലേക്ക് പോവാണ്. ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രിയായി. ഇനി പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ കഴിയാനായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് 2 ദിവസത്തെ കുഞ്ഞു വിശേഷം. കൂടുതൽ വിഷ്വൽസ് ഒന്നും ഇല്ല. കാരണം സൺഡേയിൽ കൂടുതലും മടി പിടിച്ചിരിക്കാറാണ്. അപ്പോൾ അത് ഒരു ദിവസമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം നമ്മളങ്ങ് റിലാക്സ് ചെയ്തങ്ങ് ഇരിക്കും. ഇതൊരു ഇൻപെർഫെക്ഷൻ വീഡിയോ ആണ്. ബിക്കോസ് എനിക്കൊരു പെർഫെക്ഷൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാത്ത കുറച്ച് വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ മൈക്കോളി യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല നോയ്സ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആ ഒരു കണ്ടീഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോയും കൂടിയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.